Hi, welcome to Jubits Learning. നമ്മൾ കേട്ടറ്റ് എക്സാമിനോട് അടുക്കുന്ന സമയത്ത് സൈക്കോളജിയിൽ PYQs ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതുവരെ ചെയ്യുന്നതിൽ നിന്ന് പല ക്വസ്റ്റ്യൻസ് പേപ്പറിലും പല ഏരിയയിൽ നിന്നാണ് ഫോക്കസ് ചെയ്യാറുള്ളത്. ഇന്ന് നമുക്ക് ഏതൊക്കെ ഏരിയയിൽ നിന്ന് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ നിന്ന് കുറച്ച് പ്രാധാന്യം കൊടുത്തുകൊണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാം. എല്ലാ തരം ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് കുറച്ചുകൂടെ മുൻതൂക്കം ഉണ്ടാവാറുണ്ട്. പക്ഷേ എല്ലാ ഭാഗത്തുനിന്നും ഏകദേശം നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങളിലൊക്കെ അവർ കവർ ചെയ്യാറുണ്ട്. ഒരു ചോദ്യമെങ്കിലും അതിൽ നിന്ന് വരാറുണ്ട്. പക്ഷേ ചില സമയത്ത് ഇൻ്റലിജൻസ് കൂടുതൽ വരും. അങ്ങനെ ഉണ്ടാവും. ഒരു 3 ക്വസ്റ്റ്യൻസ് ഇൻ്റലിജൻസിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും. ചില സമയത്ത് അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷേ ഏതെങ്കിലും ഒരു ഏരിയക്ക് പ്രാധാന്യം ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, ആൻസേഴ്സ് അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് വലിയ ഊർജവും നമുക്ക് വലിയ സന്തോഷവുമാണ്. നമുക്ക് തുടങ്ങാം അല്ലേ? ഇപ്പം ഞാൻ കുറച്ച് എക്സ്പ്ലനേഷനൊക്കെ പറയുന്നുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻസിൽ. ഇപ്പോൾ ചില വെറൈറ്റി ക്വസ്റ്റ്യൻസ് അല്ല, നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അപ്പുറം ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അപ്പോൾ നമ്മളെങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ചോദ്യം നോക്കൂ. കുട്ടികളുടെ പഠന പ്രശ്നങ്ങളും പഠന പോരായ്മകളും കണ്ടെത്തുന്നതിനായി സ്വീകരിക്കാവുന്നത്. അപ്പോൾ നമ്മൾ ഇവാലുവേഷൻ നടത്താറുണ്ട്. ഏത് ഇവാലുവേഷനാണ്? കുട്ടികളുടെ പഠന പ്രശ്നങ്ങളാണ് ചോദിച്ചത് കേട്ടോ, പഠന പ്രശ്നങ്ങൾ. അപ്പോൾ പ്ലേസ്മെൻറ്റ് മൂല്യനിർണ്ണയം, പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ ആണോ, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണോ, സമ്മേറ്റീവ് ഇവാലുവേഷനോ, നൺ ഓഫ് ദി എബോവ്? ഏതാണ് വരുന്നത്? നിങ്ങൾ പറയുക കറക്റ്റ്. അത് കുട്ടികളുടെ പഠന ലേണിംഗ് ഡെഫിഷ്യൻസീസ്, ഡിഫിക്കൽട്ടീസ് ഒക്കെ നമ്മൾ നോക്കുന്നത് ഏത് ഇവാലുവേഷനാണ്? ഡയഗ്നോസ്റ്റിക്. അതല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടില്ലേ ക്വസ്റ്റ്യൻസിൽ ഇവിടെ മലയാളത്തിലും വന്നത് അത് തന്നെയാണ്. ചില സമയത്ത് നിങ്ങളോട് ചോദിക്കും നിദാന ശോധകം കേട്ടോ. പിന്നെ നമുക്കറിയാം സമ്മേറ്റീവ് ഇവാലുവേഷൻ വാർഷികാന്ത്യത്തിൽ നടത്തുന്നത്, ഒരു യൂണിറ്റ് കഴിഞ്ഞ് നടത്തുന്ന ഇവാലുവേഷൻ നമുക്ക് എന്താ പറയുക, സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയാം കേട്ടോ. ഒരു കാര്യം എൻഡ് ചെയ്തതിന് ശേഷം അത് എത്രത്തോളം കുട്ടി മനസ്സിലാക്കി പഠിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് അത് നടത്തുന്നതിന് സമ്മേറ്റീവ് എന്ന് പറയും. ഇനിയിപ്പോൾ വർഷത്തിൽ അവസാനം നടത്തുന്നതിനും സമ്മേറ്റീവ് എന്ന് പറയും. ഓക്കെ. പിന്നെ നമ്മൾ അടുത്ത് നോക്കേണ്ടത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, PWD ആക്ട് പ്രാബല്യത്തിൽ വന്നത്. ഞാൻ ഇതാ പറഞ്ഞത്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഈ ക്വസ്റ്റ്യൻസിനെ പ്രത്യേകത ഇത് എന്നാണ് നിലവിൽ വന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ശരിക്കും ഇതിൽ ഓപ്ഷൻസ് 95 കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും അത് ഇടുമായിരുന്നു അല്ലേ? നിങ്ങൾ പറഞ്ഞു നോക്കൂ, 1995 കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് മാർക്ക് ചെയ്യില്ലേ? പക്ഷേ ക്വസ്റ്റ്യൻസ് അതല്ല. എന്നാണ് കെയിം ഇൻ ടു ഫോഴ്സ്, ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ മുമ്പ്? ഇതിൻ്റെ മുമ്പുള്ള ഇതുമായി ബന്ധപ്പെടുന്ന എന്നാണ് ഈ ഒരു അല്ലേ ആക്ട്, എന്നാണ് ആക്ടിൻ്റെ വർഷം ചോദിക്കാറുള്ളത്. നമ്മളറിയാം പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 1995. അതുപോലെ തന്നെ റിവൈസ്ഡ് ഡേറ്റ് അല്ലേ, റിവൈസ്ഡ് RPW ആക്ട് അല്ലേ, RPWD ആക്ട്, അതായത് 2016 വന്നു. പിന്നെ എന്താണടാ ഈ ആക്റ്റുകളൊക്കെ? എന്താ ആക്ട്? പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റീസ്, അതായത് ഡിസാബിലിറ്റീസ് ഉള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾ 7 വിഭാഗങ്ങൾ, 7 വിഭാഗമായിരുന്നു, 7 വിഭാഗം ആളുകളെ ആയിരുന്നു അന്ന് അത് ഉൾപ്പെടുത്തിയത്. എന്നാൽ പിന്നീട് ഒരു 14 വിഭാഗം കൂടി ഉൾപ്പെടുത്തിയിട്ട് ടോട്ടൽ 21 വിഭാഗങ്ങൾ ഈ ഒരു ആക്ടിൻ്റെ കീഴിൽ വരുത്തിയിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1995 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർഷമാണ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ 1996 ആണ്. അത് നിലവിൽ വന്നത് 1996 ആണ്. ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ? നിങ്ങളിത് ആദ്യമായിട്ട് ചെയ്തതാണെങ്കിൽ അല്ലേ ഫസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഫസ്റ്റ് അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യും. നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. PWD ആക്ട് 1995 അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില ആക്ടുകൾ, മെൻ്റൽ ഹെൽത്ത് ആക്ട് 1987 നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999 RT ആക്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ 2009 ഇത് വരുന്നത് കേട്ടോ, 2009. അതേസമയത്ത് ഇത് നിലവിൽ വരുന്നത് പിന്നീടാണ്. ഏതാണ് നിലവിൽ വരുന്നത്? ഈ ഇയറിലല്ല.
അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആർട്ടിക്കിൾ 21 എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ, കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ആർട്ടിക്കിൾ പഠിച്ചു വെക്കുക 21A. പിന്നെ RPW ആക്ട് 2016. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. മെൻ്റൽ ആക്ട് അല്ലേ, നാഷണൽ ട്രസ്റ്റ് ആക്ട്. ഇതിൽ നാഷണൽ ട്രസ്റ്റ് ആക്ടിലാണ് ഓട്ടിസം, സെറിബ്രൽ പൾസി, ബുദ്ധിമാന്ദ്യം, ബഹുവിധ വൈകല്യം, മൾട്ടിപ്പിൾ ഡിസാബിലിറ്റി, MD എന്ന് പറയില്ലേ, എന്നീ വിഭാഗത്തിൽ പെടുത്തുന്ന അവരുടെ അതിൻ്റെ ക്ഷേമത്തിനായിട്ട് ഉണ്ടാക്കിയതാണ് നാഷണൽ ട്രസ്റ്റ് ആക്ട്. അതുപോലെ മെൻ്റൽ ഹെൽത്ത് ആക്ട് അല്ലേ, അതുപോലെ തന്നെ നാഷണൽ ട്രസ്റ്റ് ആക്ട് അവ വന്നല്ലോ അല്ലേ. പിന്നെ ഇതിൽ പറഞ്ഞ ആക്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിലിപ്പോൾ ഓർഡർ ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉണ്ടാവും. ഇതിൽ ആദ്യം വന്നത് അല്ലെങ്കിൽ അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ ക്രമീകരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ആദ്യം വന്നത് ഏതാണ് നോക്കടാ. ഏതാദ്യം വന്നത്? മെൻ്റൽ ഹെൽത്ത് ആക്ട് 1987. ഇങ്ങനെ അർത്ഥം ഇത്. നാഷണൽ ട്രസ്റ്റ് ആക്ട് വരുന്നത് എപ്പോഴാണ്? 1999. PWD ആക്ട് വരുന്നത് 1990. ഓക്കെ, ഇവിടെ മാറിപ്പോയല്ലോ, നമ്മൾ ഇവിടെ തെറ്റ്, ഇത് ഒഴിവാക്കാം. PWD ആക്റ്റാണ് വരുന്നത്, അത് 1995. പിന്നെയാണ് എന്ത്, നാഷണൽ ട്രസ്റ്റ് ആക്ട്, അത് വരുന്നത് 1999. പിന്നെ നമുക്കറിയാം നമ്മുടെ RT റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. അതുപോലെ തന്നെ ലാസ്റ്റ് RPWD ആക്ട് വരുന്നത് 2016. ഇങ്ങനെ ചോദ്യം വരാം. ഓക്കെ, നമുക്ക് ചോദ്യങ്ങൾ ജസ്റ്റ് പഠിക്കല്ലോ, ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം. അപ്പോൾ നിങ്ങൾ ആ ഓർഡർ ഒന്ന് ആലോചിച്ചാൽ മതി. ഇതിൽ നിങ്ങൾക്കിത് കിട്ടില്ലടാ, PWD കിട്ടൂലേ, പിന്നെ 2009 കിട്ടും, 2016 കിട്ടും, പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഈ രണ്ടെണ്ണം അങ്ങ് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരുപാട് പഠിക്കുന്നു വേണ്ട, ഇതെപ്പോഴാന്നും പഠിക്കാം. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന തത്വങ്ങൾ. ദ സെൻട്രൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലേണർ സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ. ലേണർ സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ വിദ്യാഭ്യാസ നയം. അതിൽ ആദ്യമായി ബന്ധപ്പെട്ട് നോക്കൂ, അനുഭവത്തിലൂടെയുള്ള പഠനം, ലേണിംഗ് ബൈ ലിവിങ്. പ്രവർത്തനത്തിലൂടെ ലേണിംഗ് ബൈ ഡൂയിങ്. ബോത്ത് A and B, നൺ ഓഫ് ദി എബോവ്. നമുക്കറിയാം ഇത് രണ്ടും അതിൻ്റെ ഭാഗമാണ്. സോ വെരി കറക്റ്റ്. പക്ഷേ നിങ്ങൾ അത് കാണുമ്പോഴേക്കും ഫസ്റ്റ് എയും കുത്തരുത്, ബിയും കുത്തരുത്. പിന്നെ ഓപ്ഷൻ സി, ബോത്ത് A and B എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, താഴെ പറയുന്നവരിൽ പ്രതിപാദനനായ കുട്ടി. ഞാൻ പറയില്ലേ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അസാമാന്യ ശിശുക്കൾ, ഇങ്ങനെയുള്ള ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇതിൽ ഒരുപാട് വന്നിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ക്വസ്റ്റ്യൻസ്, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുവാണ് ഇതിൻ്റെ ഒരു ഏരിയ മനസ്സിലാക്കാം. അപ്പോൾ അൺപ്രഡിക്റ്റബിൾ എന്ന് പറയാൻ പറ്റില്ലേ. നമുക്ക് ചോദ്യം ചോദിക്കുന്നത് നമ്മൾ ഈ കേട്ടറ്റ് എക്സാമിന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒക്കെ അതിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിൽ നിന്ന് ഒരു 30 ചോദ്യങ്ങൾ ചോദിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രതിപാദനനായ കുട്ടി ഏത്? പൊതുവായിട്ടുള്ള അസൈൻമെൻറ്റുകൾ അമൃതയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. കണ്ടോ, ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയ ഒരു പ്രാക്ടിക്കൽ ലെവലിലുള്ള ചോദ്യങ്ങൾ കണ്ടോ നിങ്ങൾ. പൊതുവായിട്ടുള്ള അസൈൻമെൻറ്റുകൾ, ജനറൽ അസൈൻമെൻറ്റ്സ്, ജനറൽ ആയിട്ടുള്ള ഒരു ജനറൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയില്ല, സാധാരണ എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റും. ജ്യോതിക്ക് പഠിക്കുവാനുള്ള അഭിപ്രായം, അതായത് മോട്ടിവേഷൻ ടു ലേൺ വളരെ കുറവാണ്. ഒരു എന്താ പറയുക, ഒരു ഗിഫ്റ്റഡ് ആട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇംഗ്ലീഷ്? ക്വസ്റ്റ്യൻ നോക്കൂ, ഹു എമോങ് ദ ഫോളോവിങ് ഈസ് ഗിഫ്റ്റഡ് ചൈൽഡ്, അതാണ് ചോദ്യം. അപ്പോൾ മോട്ടിവേഷൻ കുറവുള്ള ആളുകൾ ഗിഫ്റ്റഡ് ചൈൽഡ് ആകുമോ? ആയില്ല. അതുപോലെ നന്നായി പഠിക്കുവാനാകും എന്ന വിശ്വാസം നാസ്മിയക്കില്ല. നാസ്മിയ നോ ലോങ്ങർ ബിലീവ്സ് ദാറ്റ് ഷീ കുഡ് ലേൺ ബെറ്റർ. സോ അതും എന്തല്ല, ഗിഫ്റ്റഡ് ചൈൽഡ് അല്ല. സോ വളരെയധികം ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഇൻക്വിസിറ്റീവ് ആൻഡ് ക്വിക്ക് ഇൻ ദ അണ്ടർസ്റ്റാൻഡിങ്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതാരുടെ ഒരു പ്രത്യേകതയാണ്, ഒരു ഗിഫ്റ്റഡ് ചൈൽഡിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നമുക്കറിയാം ഗിഫ്റ്റഡ് ചൈൽഡിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, അവർക്ക് ക്ലാസ്സിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. ഡബിൾ പ്രൊമോഷനൊക്കെ വരുന്നുണ്ട്. ഡബിൾ പ്രൊമോഷൻ, പിന്നെന്താണ് നമ്മൾ പ്രൊമോഷൻ അല്ലേ, ഒരു സ്കിപ്പ്ഡ് ലേണിംഗ് എന്ന് പറയില്ലേ, സ്കിപ്പ്ഡായിട്ട് കൊടുക്കുക, ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി വികസനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? അതായത് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട, അപ്പോൾ ഡെവലപ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെവലപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. വികസനം പാരമ്പര്യത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും പരസ്പര പ്രവർത്തനത്തിൻ്റെയും തുകയാണ്.
അല്ലേ? ഡെവലപ്മെൻറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഹെറിഡിറ്റി എൻവയോൺമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ പ്രാധാന്യമുണ്ട്, വികാസത്തിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡെവലപ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഗ്രാജുവൽ പ്രോസസ്, തുടർച്ചയായതും ക്രമാനുഗതവുമാണ് അല്ലേ? കണ്ടിന്യൂസ് അല്ലേ, അത് തുടർച്ചയായി നടക്കുന്നതാണ്. അതൊരു ഗ്രാജുവൽ ആണ്, ഒന്ന് അല്ലേ ക്രമേണ ഇങ്ങനെ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. വികസനം സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക്, ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ. നിങ്ങൾ ആലോചിച്ച്, സ്പെസിഫിക്, ഒരു കുട്ടി സ്പെസിഫിക്കായൊരു കാര്യം ചെയ്യുക, ഒരു സൂചി മെല്ലെ എടുക്കാൻ പഠിക്കുന്നതാണോ, അതല്ലെങ്കിൽ വലിയൊരു ബോളോ, അല്ലെങ്കിൽ ബോളെന്ന് പറയണ്ട, ഒരാളെങ്ങനെ പിടിക്കാൻ പറ്റുന്നതാണോ കുട്ടിക്ക് ആദ്യം ചെയ്യാൻ പറ്റുക, അങ്ങനെ ആലോചിച്ചാൽ മതി. സ്പെസിഫിക്കായ കാര്യത്തിൽ നിന്ന് ജനറലായ കാര്യത്തിലേക്കാണോ, ജനറലായ കാര്യത്തിൽ നിന്ന് സ്പെസിഫിക് ആണോ? നമുക്കറിയാം അതെന്താണ് ഡെവലപ്മെൻറ്റ്, ഒരു ജനറലായ കാര്യത്തിൽ നിന്ന് സ്പെസിഫിക് ആയതിലേക്കാണ് പോകുന്നത്. സോ ഇവിടുത്തെ ആൻസർ ഈസ് റോങ്. സോ ഇതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. വികാസം സൂക്ഷ്മത്തിൽ നിന്നല്ല സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കാണ്. പിന്നെ വികസനം പ്രവചിക്കുവാൻ സാധിക്കും, പ്രഡിക്റ്റബിൾ, അതാണ് വികസനത്തിൻ്റെ പ്രത്യേകത, അത് പ്രഡിക്റ്റബിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമായോജന വ്യക്തിത്വങ്ങളുടെ സ്വഭാവമല്ലാത്. ഹു എമോങ് ദ ഫോളോവിങ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വെൽ അഡ്ജസ്റ്റഡ് പേഴ്സൺ. അഡ്ജസ്റ്റഡ് ആവുക അല്ലേ, അഡ്ജസ്റ്റ്മെൻറ്റ്, മാൽ അഡ്ജസ്റ്റ്മെൻറ്റ്, വെൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകുക, മാൽ അഡ്ജസ്റ്റ്മെൻറ്റ്. നമുക്കറിയാം ഒരാൾ അഡ്ജസ്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ അവൻ്റെ പ്രത്യേകത സ്വഭാവം അല്ലാത്തത് ചോദിച്ചത്, അവരുടെ കഴിവുകളും തിരിച്ചറിയാൻ പറ്റും. ഒരാൾക്ക് തൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാക്കാൻ പറ്റും. അത് ഒരു അഡ്ജസ്റ്റ് ഉള്ള ആളുടെ, വെൽ അഡ്ജസ്റ്റഡ് ആയ ആളുടെ പ്രത്യേകതയാണ്. പിന്നെ ദേ ഹാവ് ഇനാഡ്യൂക്കേറ്റ് ലെവൽ ഓഫ് ആസ്പിരേഷൻ അല്ലേ, അപര്യാപ്തമായ ആഗ്രഹങ്ങളായിരിക്കും, പര്യാപ്തമല്ലാത്ത ആഗ്രഹങ്ങളായിരിക്കും. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടുണ്ട്, ദെയർ ബേസിക് നീഡ്സ് ആർ ഫുള്ളി സാറ്റിസ്ഫൈഡ്. അത് ശരിയാണ്, അതും ഒരു അഡ്ജസ്റ്റ് ഉള്ള ആളുകൾക്കേ പറ്റൂ. ദേ ഡസൻ പൊസസ് ക്രിട്ടിക്കൽ ഓർ ഫോൾട്ട് ഫൈൻഡിങ് ആറ്റിറ്റ്യൂഡ്. എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളൊരു സ്വഭാവം അവനിൽ ഉണ്ടാവില്ല. നമുക്കറിയാം ഈ 3 ഓപ്ഷൻസ്, കഴിവ്, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാക്കാൻ പറ്റും, അതുപോലെ തന്നെ അവരുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഫോൾട്ട് ഫൈൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം സമയം കണ്ടെത്തുക, അങ്ങനത്തെ ആളുകളായിരിക്കില്ല. സോ ഇവിടുത്തെ ആൻസർ ഏതാണ്? പര്യാപ്തമായ ആഗ്രഹങ്ങളാണ് പ്രശ്നമല്ല, ഇനാഡിക്വേറ്റ് ലെവൽ ഓഫ് ആസ്പിരേഷൻസ്, അങ്ങനെയുള്ള ആളുകൾ അഡ്ജസ്റ്റഡ് അല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഇത് ക്വസ്റ്റ്യൻ വന്നില്ലേ, ഇൻ്റലിജൻസിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടോ. ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധിയിൽ ഉൾപ്പെടുത്താത്തത്, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ എളുപ്പത്തിൽ, ഏതാണ് ആൻസർ വരിക? എന്നിട്ട് ഞാൻ ആൻസർ പറയാം. ഏതൊക്കെയാണ് നോക്കി, ഓപ്ഷൻ നോക്കി. പൊതുവായ ബുദ്ധി, സംഗീതപരമായ ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി, ശാരീരികപരമായ. ഒന്ന് ജസ്റ്റ് പൗസ് ചെയ്തൊന്ന് ആൻസർ ചെയ്ത് നോക്കൂ. ഓക്കെ, ഏതാണ്? ജനറൽ ഇൻ്റലിജൻസ്, മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്, ബോഡിലി കിനസ്തെറ്റിക്. ഏതാണ്? ജനറൽ ഇൻ്റലിജൻസ്, പൊതുവായ ബുദ്ധി. ഇവിടെ ഞാൻ പലപ്പോഴും ഇപ്പോൾ അവസരം കിട്ടിയോണ്ട് പറയാണ്, നമുക്കിവിടെ സ്പെസിഫിക് അല്ലേ, ജനറൽ ആൻഡ് സ്പെസിഫിക്, ഇതാരുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇതിൽ ആൻസർ പറയുന്നില്ല. ഈ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് 2 ഫാക്ടർ തിയറി അവതരിച്ചാണ്. 2 ഫാക്ടർ അല്ലേ, ഫാക്ടർ തിയറിയുടെ വക്താവാണ്. ഉറപ്പായിട്ടും അല്ലേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാനത് നിങ്ങൾക്ക് അറിയാമെന്ന് നോക്കിയതാണ്. 2 ഫാക്ടർ തിയറിയുടെ വക്താവാരാണ്? നെക്സ്റ്റ്, ഇതിൻ്റെ ആൻസർ ഞാൻ പറയുന്നില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നെക്സ്റ്റ്, എന്താണോ അളക്കുവാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ അളക്കുകയാണെങ്കിൽ അത്തരം മൂല്യനിർണ്ണയം, അതായത് നമുക്ക് അസസ്മെൻ്റ് ആട്ടോ. ഇഫ് ആൻ അസസ്മെൻറ്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് ഈസ് ഇൻറ്റൻറ്റഡ്, ഒരു എന്താണോ അസസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അസസ് ചെയ്യുന്ന അസസ്മെൻറ്റിന് പറയുന്നത് അത് റിലയബിൾ ആണോ, വാലിഡ് ആണോ, അൺറിലയബിൾ ആണോ, ഇൻവാലിഡ് ആണോ, അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് അസസ്മെൻറ്റ് റിലയബിൾ ആയിരിക്കും, വാലിഡ് ആയിരിക്കും അല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ എന്താണോ അളക്കേണ്ടത് അത് അളക്കാൻ പറ്റും, അതിനാ നമ്മൾ റിലയബിൾ എന്നാണോ പറയുക, വാലിഡ് എന്ന് പറയണം. എന്താ പറയുക? അത് വാലിഡ് എന്നാ പറയുക. എന്താണ് അത്? വാലിഡ് എന്ന് ആലോചിച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാധാരണ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായി വായിക്കുന്നതിനുള്ള കഴിവിൽ കാണപ്പെടുന്ന ചിരസ്ഥായിയായ പ്രയാസം. ഞാൻ പറയില്ല, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ്, ഈ ലേണിംഗ് ഡിസാബിലിറ്റി, അതുപോലെ കുട്ടികളുടെ ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്, ഇങ്ങനെയുള്ള ഈ ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ വന്നു. കാരണം ലേണിംഗ് ഡിസാബിലിറ്റിയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സാധാരണ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായി വായിക്കുന്നതിനുള്ള കഴിവിൽ പ്രശ്നങ്ങളാണ്. അതായത് ക്രോണിക് കണ്ടീഷൻ ഇൻ വിച്ച് റീഡിംഗ് എബിലിറ്റി ലാഗ്സ് ബിഹൈൻഡ് ദാറ്റ് ഓഫ് നോർമൽ ഇൻഡിവിജ്വൽ അല്ലേ, സാധാരണ വായിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ലാഗ് വരുന്നു. സോ എന്താ? ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ, ഡിസ്ഫേസിയ
ഏതാണ് വായനാ വൈകല്യം, ഡിസ്ലെക്സിയാണ്. ഏതാണ്? ഡിസ്ലെക്സിയ. പറഞ്ഞോളൂ. ഡിസ്ഗ്രാഫി എന്താണ്? എഴുത്തിനുള്ളതാണ്. ഡിസ്കാൽക്കുലിയ മാത്തമാറ്റിക്സ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ. പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ വക്താക്കൾ, അതായത് പ്രോഗ്രസീവ് എഡ്യൂക്കേഷനിസ്റ്റ് ബിലീവ് ചെയ്യുന്ന എന്ത് കൺസെപ്റ്റാണ്? പഠനം, ലേണിംഗ്, ചിൽഡ്രൻ ലേൺ ഇൻ, കുട്ടികൾ പഠനം നടത്തുന്നത് എങ്ങനെയാണ്? ഐസൊലേറ്റഡ് സിറ്റുവേഷനിലാണോ, കോമ്പറ്റീഷനിലാണോ, കമ്മ്യൂണിറ്റിയാണോ, നൺ ഓഫ് ദി. ഇത് കുറച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാവും ക്വസ്റ്റ്യൻസ്. കുട്ടികൾ എങ്ങനെയാണ് പഠനം നടത്തുന്നത്? സമൂഹമായിട്ട്. ഇനി ഞാൻ ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ പഠനവും സമൂഹത്തിനും വലിയ പങ്കുണ്ട്. പഠനം നടക്കുന്നത് സൊസൈറ്റിയിലാണ്, സമൂഹത്തിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞ വക്താവാരാ? പറഞ്ഞോളൂ. ആരാണ്? അത് വൈഗോഡ്സ്കി ആണ്. വൈഗോഡ്സ്കി. അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള ഈ കൊളാബറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ്, അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് ലേണിംഗ്, ഗ്രൂപ്പ് ലേണിംഗ്, ഓക്കെ, ഇങ്ങനെ കോഓപ്പറേറ്റീവ് ലേണിംഗ്, അതുപോലെ തന്നെ കൊളാബറേറ്റീവ്, ഗ്രൂപ്പ് ലേണിംഗ് ഒക്കെ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റുകളാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൺസെപ്റ്റ് ഏതാണ്? ZPD എന്ന് പറഞ്ഞാൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, മോർ നോളജബിൾ പേഴ്സൺ എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 13ാമത്തെ ക്വസ്റ്റ്യൻ. വാചികവും അവാചികവുമായ ആശയവിനിമയം അതോടൊപ്പം സാമൂഹ്യമായ ഇടപെടലിനെയും മോശമായി സ്വാധീനിക്കുന്ന വികാസ വൈകല്യം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ചും കൂടി മനസ്സിലാക്കേണ്ടതാട്ടോ. എ ഡെവലപ്മെൻറ്റൽ ഡിസാബിലിറ്റി ആണ് ദാറ്റ് സിഗ്നിഫിക്കൻ്റ്ലി അഫക്റ്റിംഗ് വേർബൽ ആൻഡ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ ഓഫ് ചിൽഡ്രൻ. ഇങ്ങനെയുള്ളതിന് നമ്മൾ എന്താണ് പറയുക? സെറിബ്രൽ പൾസി, എപ്പിലെപ്സി, ഓട്ടിസം, ADHD. ഏതാണ് അത് പറയടാ? ഏതാണ് അത്? ഓട്ടിസം ജസ്റ്റ് പഠിച്ചു വെക്കുക കേട്ടോ. ഇങ്ങനെ ഓട്ടിസം വന്ന കുട്ടികൾക്ക് അവരുടെ വേർബൽ അതുപോലെ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ പ്രയാസങ്ങളുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് കാരണം നമുക്ക് ഈ ഭിന്നശേഷിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരുപാട് വെല്ലുവിളികളുണ്ട്, ശേഷിക്കുറവുകളുണ്ട്. അതിലാണ് ഒന്ന് മെൻ്റൽ മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഷ്വൽ, കാഴ്ച പരിമിതിയുള്ളവരുണ്ട്. അതുപോലെ HI ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, കേൾവി, അതുപോലെ ലേണിംഗ് ഡിസാബിലിറ്റി. നമ്മൾ ഈ ലേണിംഗ് ഡിസാബിലിറ്റിയാണ് എപ്പോഴും ക്വസ്റ്റ്യനിൽ വരാറുള്ളത്. മറ്റുള്ളതും കൂടി മനസ്സിലാക്കുക. കാരണം ഇവർക്കൊക്കെ ഇപ്പോൾ ഉണ്ടാവില്ലേ, ചോദിച്ചിട്ടല്ലേ നമ്മൾ എന്താ പറയുക, കണ്ണ് കാണാത്തവർക്കൊരു ടെസ്റ്റ് ചോദിക്കാറില്ലേ, ആ ടെസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ കാഴ്ചക്കുറവുള്ളവർക്ക് കൊടുക്കുന്നതാണ് സ്നെല്ലൻ ചാർട്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ ഓട്ടിസം, ഇതിൽ കണ്ടോ, അതൊരു ശേഷിക്കുറവാണ്. പിന്നെ സെറിബ്രൽ പൾസി, അത് മറ്റൊന്നാണ്. പിന്നെ ADHD എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, ശ്രദ്ധക്കുറവ്, അതുപോലെ അടങ്ങിയിരിക്കാതിരിക്കുന്ന ഒരു പ്രത്യേകത. കുട്ടി അടങ്ങിയിരിക്കാതെ അങ്ങനെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുക, അതാണ് ADHD പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, ഒരു കുട്ടിയെക്കുറിച്ചുള്ള ആഴത്തിലും പരപ്പിലുള്ള പഠനത്തിന് ഉപയോഗിക്കാവുന്ന രീതി, മനഃശാസ്ത്ര പഠന രീതികളാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചോദ്യം വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ആ ബേസിക് കൺസെപ്റ്റുകൾ, സൈക്കോളജിയുടെ ബേസിക് കൺസെപ്റ്റുകളായതൊക്കെ പഠന രീതികൾ ഏതൊക്കെ? ക്വസ്റ്റ്യനെയർ, ചോദ്യാവലി, 2 ഇൻ്റർവ്യൂ, കേസ് സ്റ്റഡി, സോഷ്യോമെട്രി. ഏതാണ് അതിൽ വരുന്നത്? ഒരു കുട്ടിയെക്കുറിച്ച് നമ്മൾ ആഴത്തിലും പരപ്പിലുമുള്ള കാര്യങ്ങൾ, അത് കേസ് സ്റ്റഡിയാണ്. ഒരു കേസ് സ്റ്റഡി നടത്തുന്നതാണ്. ഇപ്പം നമുക്കറിയാം, കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്ര പഠന ശാഖകളിൽ പ്രൊജക്റ്റുകൾ, അതുപോലെ കേസ് സ്റ്റഡി, സർവേ, അഭിമുഖം, ക്രിയാഗവേഷണം, ഇതൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. ഇതൊക്കെ സോഷ്യോമെട്രി എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇൻട്രാക്ഷൻ മനസ്സിലാക്കാനുള്ളത്. ഒരു ക്ലാസ്സിലെ കുട്ടികൾ, ഇത് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ, ഒരു ക്ലാസ്സിലെ കുട്ടികൾക്കിടയിൽ അവരുടെ സാമൂഹിക ഇൻട്രാക്ഷൻസും അല്ലെങ്കിൽ ആ കണക്ഷൻസ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സോഷ്യോമെട്രിയിൽ നമ്മൾ കുറച്ച് വേർഡുകൾ ഉണ്ടായിരുന്നു, ക്ലിക്കുകൾ, ഐസൊലേറ്റഡ്, സ്റ്റാറുകൾ. ഇത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഞാൻ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് മനഃശാസ്ത്ര പഠന രീതികൾ. അതിൽ നമ്മൾ ഇപ്പം പറഞ്ഞിട്ടുള്ളത് കേസ് സ്റ്റഡിയാണ്. എന്താണ്? ഒരു പ്രതിഭാസത്തെ അതിൻ്റെ യഥാർത്ഥ ജീവിത സന്ദർഭത്തിൽ അന്വേഷിക്കുന്ന ഗവേഷണ തന്ത്രവും അനുഭവപരമായ അന്വേഷണമാണിത്. ഇതൊരു ഗവേഷണ തന്ത്രമാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ കുട്ടികളിൽ? ചില സ്ഥിരമായ ഹാജറില്ലായ്മ, അതല്ലെങ്കിൽ സാമൂഹ്യപരമായ ഒറ്റപ്പെടലുകൾ, അതുപോലെ പഠന പ്രശ്നങ്ങൾ, ചില വിഷയങ്ങളിൽ പഠന പിന്നോക്കാവസ്ഥ, പഠനോപകരണങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവരാതിരിക്കുക, ഹോംവർക്കുകൾ ഏറ്റെടുക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു ടീച്ചർ നേരിടേണ്ടി വരും. ആ സമയത്ത് ആ കുട്ടിയുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയൊരു ഗവേഷണം, അതാണ് കുറച്ചുകൂടി ആഴത്തിലുള്ളതാണ് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ വരുന്നത്. ഇതിൽ ലാസ്റ്റ് ചോദ്യം കൂടി നോക്കാം. ശൈശവഘട്ടത്തിൽ കുട്ടികൾ കരയുമ്പോൾ ശരീരം മുഴുവൻ ആ പ്രക്രിയയിൽ പങ്കുചേരുന്നു. അവൻ വളരുന്നതനുസരിച്ച് കരച്ചിൽ ചില അവയവങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. ഏത് വികസന സിദ്ധാന്തമാണ്? ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ചോദ്യമാണ് ഇവിടെ. അപ്പോൾ കുട്ടികൾ കരയുന്ന സമയത്ത് ശരീരം മുഴുവൻ പതിയെ അത് കരച്ചിൽ അവൻ്റെ ചില അവയവങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. വികാസം പ്രഡിക്റ്റബിൾ ആണ്. നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ ഈ പ്രഡിക്റ്റബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്താ പ്രഡിക്റ്റബിൾ. ഓരോ സമയത്തും കുട്ടിയുടെ വളർച്ച നമുക്ക് പ്രവചിക്കാൻ പറ്റും അല്ലേ? ഒരു 2 വയസ്സായ കുട്ടിയുടെ നിങ്ങൾ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ, ഒരു 15 വയസ്സ് കുട്ടീൻ്റെ വളർച്ച ഒരിക്കലും എത്തൂല. പിന്നെ വികാസം സാമാന്യതയിൽ നിന്ന് വിശേഷത്തിലേക്ക്. ഡെവലപ്മെന്റ് പ്രൊസീഡ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. നിങ്ങൾ കണ്ടോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൻ്റെ ആൻസർ തന്നെ കിടക്കുന്നത് കണ്ടോ? ഇങ്ങനെ മനസ്സിലാക്കാം. അത് ശരിയാണ് കേട്ടോ. ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഡെവലപ്മെൻറ്റ് ഈസ് ക്യൂമുലേറ്റീവ് അല്ലേ? സഞ്ചിത സ്വഭാവം അല്ലേ? ഒരു ഡെവലപ്മെൻറ്റ് ഒന്നുണ്ടായി പിന്നെ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നു, അടുത്തത് ഇങ്ങനെ ഉണ്ടാകുന്നു. ഒക്കെ ശരിയാണ്. പിന്നെ ഡെവലപ്മെൻറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്സ്. ഓരോ വ്യക്തികളിലും ഡെവലപ്മെൻറ്റ് വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാകുന്നത്. വ്യക്തി വ്യത്യാസങ്ങൾ അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താണ് ശൈശവഘട്ടത്തിൽ കരയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അല്ലെ, ഒരുപാട് അവയവങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അതെ, ജനറൽ സാമാന്യം. അതിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? ടു സ്പെസിഫിക്, ചെറിയ കുറച്ച് അവയവങ്ങളിലേക്ക് മാത്രം പോകുന്നു. സോ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലായി. ഇതിൻ്റെ അടുത്ത 15 ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഇത്രയും സമയം കേട്ട് നിന്ന നിങ്ങൾക്ക് എല്ലാവിധ വിജയ ഭാവുകളും നേരുന്നു. നിങ്ങൾ കേട്ട എക്സാമിലൊക്കെ വിജയിച്ചാൽ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.